നമസ്കാരം. 12 വർഷത്തിലൊരിക്കൽ തന്നെ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. എന്നാൽ ഇപ്പോൾ ഈ നടക്കുന്ന മഹാകുംഭമേള എന്നത് 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒന്നാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഒന്നും തന്നെ ഇനി കാണാനോ അല്ലെങ്കിൽ മുമ്പ് കണ്ടിട്ടോ ഉള്ളതായിട്ടുള്ളതല്ല. ഇത് നടക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ സംഭവിക്കുന്നതാണ്. ഒരു ആവറേജ് ജീവിതം കണക്കെടുത്തു കഴിഞ്ഞാൽ 60ലോ 70ലോ തന്നെ മരിക്കുന്നവരാണ് കൂടുതലും ഉള്ളത്. അതിനപ്പുറം ജീവിക്കുന്നവരായാൽ പോലും 144 വർഷം കഴിഞ്ഞ് മാത്രമേ ഇനി ഇത് കാണാൻ സാധിക്കൂ. അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 1 വയസ്സുള്ള കുട്ടിയോ 2 വയസ്സുള്ള കുട്ടിയോ ആകട്ടെ, അതിന് ഒരു 145ഓ 146ഓ വയസ്സ് ആകുന്നത് വരെ കാത്തിരിക്കണം ഇനി ഇങ്ങനെ ഒരു കുംഭമേള നടക്കുന്നത് കാണാൻ. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും വയസ്സായ ഒരാൾ ഇത് കാണുന്നുണ്ടെങ്കിലും ഇനി അതുണ്ടാകുമോ എന്ന് അറിയില്ല. എങ്ങനെ കുംഭമേളയ്ക്ക് പോകാമെന്ന് ചിന്തിക്കുന്നവർ നിരവധി പേരുണ്ട്. അവർക്കുള്ള വഴികളൊക്കെ തന്നെയും പറയേണ്ടതുമാണ്. ഫ്ലൈറ്റിലൊക്കെ പോകാൻ വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നവർ ഒരുപാട് പേരാണ്. പറ്റിയ വഴി ട്രെയിൻ തന്നെയാണെന്ന് പറയാം. കൂടുതൽ മനോഹരവും ആഴത്തിലുള്ളതുമായ അനുഭവത്തിനായി തന്നെ ചെന്നൈയിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ പ്രയാഗ്രാജിലേക്ക് തന്നെ നിങ്ങൾക്ക് ട്രെയിൻ എടുക്കുന്നതിൽ വളരെയധികം സൗകര്യങ്ങളുണ്ട്. ഇത് പരിഗണിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോഴേ ബുക്ക് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴേ വെയിറ്റിംഗ് ലിസ്റ്റ് തുടങ്ങി എന്ന് വേണം പറയാൻ. ഇന്ത്യയിലെ ട്രെയിൻ യാത്രകൾ ദൈർഘ്യമേറിയതായിരിക്കാം എന്ന് പറയാം. പക്ഷേ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങൾ കാണാനുള്ള അവസരം അവ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ചെന്നൈയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് എങ്ങനെ പോകാം? ട്രെയിൻ യാത്രയ്ക്ക് റൂട്ട് അനുസരിച്ച് ഏകദേശം 30-36 മണിക്കൂർ എടുക്കും. ചെന്നൈ അലഹബാദ് എക്സ്പ്രസ്, അതായത് ട്രെയിൻ നമ്പർ 1, 2, 6, 8, 9 അതുപോലുള്ള ട്രെയിനുകളും മറ്റുള്ളവയും പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. തിരുവനന്തപുരം മുതൽ പ്രയാഗ്രാജ് വരെ എങ്ങനെ പോകാം? ഈ റൂട്ടിൽ 2 ട്രെയിനുകൾ മാറ്റങ്ങൾ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. മൊത്തം യാത്രാ സമയം ഏകദേശം 35 തൊട്ട് 40 മണിക്കൂറാണ്. ട്രെയിൻ ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് ഉചിതം. പ്രത്യേകിച്ച് തീർത്ഥാടനത്തിന്റെ തിരക്ക് കൂടുതലുള്ളത് ഈ സമയത്താണ്. ലോകത്തിലെ ഏറ്റവും വലുതും ആത്മീയ പ്രാധാന്യമുള്ളതുമായ ഒത്തുചേരലുകളിൽ ഒന്നാണ് കുംഭമേള. ഇന്ത്യയിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്രയാഗ്രാജിലെ, മുമ്പ് അലഹബാദ് എന്നറിയപ്പെട്ട സ്ഥലത്തെ മഹാകുംഭമേള ദശലക്ഷക്കണക്കിന് ഭക്തരെയും തീർത്ഥാടകരെയും ആകർഷിപ്പിക്കുന്ന ഒരു പ്രധാന സംഭവമാണ്. ചെന്നൈ, കേരളം, അതിൽ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രയാഗ്രാജിലേക്കുള്ള നിങ്ങളുടെ യാത്ര ആസൂത്രണം ചെയ്യുന്നതിനും കുംഭമേളയുടെ ആത്മീയ സത്ത അനുഭവിക്കുന്നതിനും ഇപ്പോൾ ഇതിനെ സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങളെ റോഡിലൂടെയും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എങ്കിൽ തന്നെ വാരണാസിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് ദീർഘദൂര ബസ് എടുക്കുകയോ സ്വകാര്യ ടാക്സി വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യാം. വാരണാസിക്കും പ്രയാഗ്രാജിനും ഇടയിലുള്ള ഡ്രൈവ് ഏകദേശം 120 കിലോമീറ്റർ ആണ്. അതായത് 3 മുതൽ 4 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട്. മേളക്കാലത്ത് ഭക്തജനത്തിലേക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് പ്രത്യേക ബസ്സുകളും ക്യാബുകളും ഒക്കെ ഇവിടെ ലഭ്യമാണ് ഈ റൂട്ടിൽ. ചെന്നൈയിൽ നിന്നാണെങ്കിൽ അലഹബാദ് അല്ലെങ്കിൽ വാരണാസിയിലേക്ക് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക. കാരണം പ്രയാഗ്രാജിന്റെ വിമാനത്താവളത്തിൽ കണക്ടിവിറ്റി പരിമിതമായിരിക്കാം. പ്രയാഗ്രാജിൽ നിന്ന് 3-4 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ മാത്രമേ വാരണാസിയിലേക്ക് എത്താൻ കഴിയൂ. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അലഹബാദ് അല്ലെങ്കിൽ വാരണാസി എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. എന്നിരുന്നാലും നിങ്ങൾ മുംബൈ, ഡൽഹി അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലുള്ള പ്രധാന ഹബ്ബുകൾ വഴി കണക്റ്റീവ് ഫ്ലൈറ്റുകൾ എടുക്കേണ്ടതായി വന്നേക്കാം. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങി നിരവധി എയർലൈനുകളും ഈ നഗരങ്ങളിൽ തന്നെ ഫ്ലൈറ്റുകളുമായി എത്തിക്കുന്നുണ്ട്.